ഇല്ലാത്ത പീഡനത്തിന് ഒരു കേസ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കൂട്ടോ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണുമ്പോൾ എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. എങ്ങനെ 10 പ്രാവശ്യം പീഡിപ്പിക്കും? ഒരു പ്രാവശ്യം പീഡനം, പിന്നീട് അങ്ങോട്ട് മാസങ്ങളോളം വർഷങ്ങളോളം സഹകരണമാണ്. പിന്നെ കാര്യം നടക്കാതെ വരുമ്പോഴാണ് പിന്നീട് കേസ് കൊടുക്കുന്നത് കേട്ടോ. അതിന് വേറൊരുത്തന്റെ ഒരു കാഴ്ചപ്പാട് നോക്കിക്കോട്ടോ. അയാളുടെ ഫോട്ടോസ് ഫുള്ള് ടി വി വരിക, പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾ കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആര് പറഞ്ഞു? പുരുഷന് കാര്യമായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. അച്ഛനില്ലേ, അമ്മയില്ലേ, സഹോദരങ്ങളില്ലേ, ഭാര്യയില്ലേ, മക്കളില്ലേ, മകളില്ലേ, അല്ലേ? ഇല്ലാത്ത പീഡനത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ നഷ്ടപ്പെടാൻ നന്നായിട്ട് പുരുഷനുണ്ട്. ഇനി ശരിക്കുമുള്ള കാര്യത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ പുരുഷനൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ചെയ്ത കാര്യമല്ലേ. അതിന് നമ്മുടെ ആള് അണ്ണാക്കിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒന്നും ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്, ചേട്ടൻ എന്നെ അങ്ങ് പീഡിപ്പിച്ചു എന്ന്. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നു. ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴല്ലേ ഞാൻ കള്ള കേസാ കൊടുത്തെന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര ട്രോമ തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം. അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിയുന്നവരെ കാണിക്കാൻ പാടില്ല. ഇനി നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തൂട്ടാ. അത് ശരിയല്ലേ? കാണിക്കണമെങ്കിൽ രണ്ടുപേരുടെ ഫോട്ടോ, അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരുടെയും വേണ്ട. കേസ് തെളിയുന്നവരെ അതൊരു ശരിക്കും ഒരു പീഡനമാണെങ്കിൽ ഓക്കെ, നമുക്ക് പയ്യന്റെ മാത്രം കാണിക്കാം, അല്ലേ? അതല്ലേ ശരി?